പത്തനംതിട്ട ജില്ലയിലെ ഏക സംവരണ മണ്ഡലമാണ് അടൂര്. അടൂരിൽ ഇത്തവണ കടുത്ത പോരാട്ടമാണ്. 3 തവണ MLA ആയിരുന്ന ചിറ്റയം ഗോപകുമാറിന് പകരം LDF ഇത്തവണ പുതുമുഖത്തെയാണ് അങ്കത്തട്ടിലിറക്കിയിരിക്കുന്നത്. പ്രിജി കണ്ണൻ. നഷ്ടപ്രതാപം തിരിച്ചുപിടിക്കാൻ അഡ്വക്കേറ്റ് CV ശാന്തകുമാറിലൂടെ UDF ഇത്തവണ കരുത്തുറ്റ തിരിച്ചുവരവിനാണ് ലക്ഷ്യമിടുന്നത്. എന്നാൽ കഴിഞ്ഞ തവണ സ്ഥാനാർത്ഥിയായിരുന്ന പന്തളം പ്രതാപനെ തന്നെ രംഗത്തിറക്കി മത്സരം ചൂടുപിടിപ്പിക്കാൻ NDAയ്ക്കും ഇതിനോടകം തന്നെ കഴിഞ്ഞിട്ടുണ്ട്. 1965 നിലവിൽ വന്ന അടൂർ മണ്ഡലം ഇന്ന് കേരളം ഉറ്റുനോക്കുന്ന ഒരു പോരാട്ട ഭൂമിയായി മാറിയിരിക്കുകയാണ്. മുൻ മന്ത്രിമാരോ പ്രമുഖ MLA മാരോ മത്സര രംഗത്തുണ്ടായിരുന്ന പതിവ് ശൈലിയിൽ നിന്ന് മാറി ഇത്തവണ പുതുമുഖങ്ങളെയാണ് ഇടതു വലതു മുന്നണികൾ പരീക്ഷിക്കുന്നത്. CPIയുടെ ചിറ്റയം ഗോപകുമാറിന് പകരം ASF സംസ്ഥാന വൈസ് പ്രസിഡന്റ് പ്രിജി കണ്ണനെയാണ് LDF കളത്തിലിറക്കിയത്. ആദ്യം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചതിൻ്റെ മുൻതൂക്കം പ്രചാരണത്തിൽ LDFിനുണ്ട്. യുവ സ്ഥാനാർത്ഥി എന്ന ലേബലിൽ സോഷ്യൽ മീഡിയ വഴി യുവജനതയെ ലക്ഷ്യം വെച്ചാണ് ഇടതുമുന്നണിയുടെ പടയോട്ടം. കോൺഗ്രസിൽ സ്ഥാനാർത്ഥി നിർണയത്തെ ചൊല്ലി തർക്കങ്ങൾ നിലനിന്നിരുന്നെങ്കിലും അഡ്വക്കേറ്റ് CV ശാന്തകുമാറിലൂടെ നഷ്ടപ്പെട്ട മണ്ഡലം തിരിച്ചുപിടിക്കാനാണ് UDF ലക്ഷ്യം. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അടൂർ നഗരസഭയും പ്രമുഖ പഞ്ചായത്തുകളും പിടിച്ചെടുത്തത് നൽകുന്ന ആത്മവിശ്വാസവും ചെറുതല്ല. മരിച്ചുപോയ മുൻ സ്ഥാനാർത്ഥി MG കണ്ണനോടുള്ള സഹതാപ തരംഗവും വോട്ടായി മാറുമെന്ന് കോൺഗ്രസ് വിശ്വസിക്കുന്നു. അതേസമയം കഴിഞ്ഞ തവണത്തെ സ്ഥാനാർത്ഥിയായ അഡ്വക്കേറ്റ് പന്തളം പ്രതാപനെ തന്നെ രംഗത്തിറക്കി NDA മത്സരത്തെ ത്രികോണമാക്കുന്നു. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മണ്ഡലത്തിൽ K സുരേന്ദ്രൻ നേടിയ 51,000-ൽ പരം വോട്ടുകളും പന്തളം നഗരസഭയിലെ സ്വാധീനവുമാണ് NDAയുടെ പ്രധാന കരുത്ത്. ദേശീയ സംസ്ഥാന വിഷയങ്ങൾക്കൊപ്പം പ്രാദേശിക വികസനവും അടൂരിൽ സജീവ ചർച്ചയാവുകയാണ്. ഒരു കാലത്ത് കോൺഗ്രസ് കോട്ടയായിരുന്ന അടൂർ 2011 മുതൽ ഇടതുപക്ഷത്തിനൊപ്പമാണ്. എന്നാൽ തദ്ദേശ തിരഞ്ഞെടുപ്പിലെ മാറ്റങ്ങൾ ഈ നിയമസഭാ പോരാട്ടത്തിലും പ്രതിഫലിക്കുമോ എന്നാണ് ഏവരും കാത്തിരിക്കുന്നത്. അമൃത ന്യൂസ്, പത്തനംതിട്ട.